അമേരിക്കയെ നരകം കാണിക്കുമെന്നും കരയുദ്ധത്തിന് ശ്രമിച്ചാൽ സ്രാവുകൾക്ക് ഭക്ഷണമാക്കുമെന്നും ഇറാന്റെ വെല്ലുവിളി. കരയുദ്ധത്തിനായി 10 ലക്ഷം സൈനികരെ ഒരുക്കി ഇറാന്റെ പ്രതിരോധത്തിനിടയിലും കരയുദ്ധത്തിന് തയ്യാറെടുത്ത് US. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധക്കെടുതിയിൽ നിരവധി രാജ്യങ്ങളാണ് സാമ്പത്തികമായും ഊർജ പ്രതിസന്ധിയിലും ഉഴലുന്നത്. അതിനിടയിലാണ് അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നുവെന്ന വാർത്ത പുറത്തു വരുന്നത്. ഈ വാർത്തയറിഞ്ഞ ഇറാൻ വെറുതെ ഇരുന്നില്ല. 10 ലക്ഷം സൈനികരെയാണ് യുദ്ധത്തിനായി സജ്ജരാക്കി കാത്തിരിക്കുകയാണ് ഇറാൻ. നിർണായക വ്യാപാര മേഖലയെ സ്വാധീനിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ട് ലോകരാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയ ഇറാന്റെ നടപടിയിൽ സാമ്പത്തിക രംഗത്തെ വൻ പ്രതിസന്ധിയാണ് ഉയർത്തിയത്. ഇറാന്റെ ഈ ഒരു സൈനിക തന്ത്രം ആരും പ്രതീക്ഷിച്ചതുമല്ല. എണ്ണ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് ഇറാൻ. തങ്ങളുടെ ഭീമമായ സാമ്പത്തിക നഷ്ടം കണക്കിലെടുക്കാതെ നടത്തിയ ഹോർമൂസ് ഉപരോധം ഊർജ പ്രതിസന്ധിയെ വല്ലാതെ ബാധിച്ചിരുന്നു. അതുമാത്രമല്ല, ഊർജ പ്രതിസന്ധി മൂലം സാമ്പത്തികമായി വരുന്ന തകർച്ച മുൻകൂട്ടി കണ്ട അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടിയിരുന്നു. 2 മാർഗങ്ങളിലൂടെ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് അമേരിക്കയുടെ പ്രധാന പദ്ധതി. അതിൽ പ്രധാനമായ ഒന്ന്, സമാധാന ചർച്ചയിലൂടെ ഇറാനുമായി ഒരു ഒത്തുതീർപ്പിലെത്തുകയും അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. രണ്ടാമത്തെ തന്ത്രം നിർണായകമാണ്. ഹോർമൂസ് പിടിച്ചെടുക്കാൻ ശക്തമായ കരയുദ്ധം നടത്തുക. ഹോർമൂസ് പിടിച്ചെടുക്കുകയും ഇറാനെ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിൽ നാശനഷ്ടത്തിലേക്ക് എത്തിക്കുകയും. ഇതിനിടെ പാകിസ്ഥാനെ മറയാക്കി മധ്യസ്ഥ ശ്രമത്തിന് അമേരിക്ക തയ്യാറായിരുന്നു. അങ്ങനെയാണ് 15 നിർദ്ദേശങ്ങൾ ഇറാന് അമേരിക്ക നൽകിയത്. എന്നാൽ ഇറാൻ അമേരിക്കയുടെ ഉടമ്പടിയെ പൂർണ്ണമായും തള്ളിക്കളയുകയും തങ്ങളുടെ ഉടമ്പടി അംഗീകരിച്ചാൽ യുദ്ധം വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കാമെന്ന് ഇറാൻ പറയുകയുമുണ്ടായത്. ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കായി ഈജിപ്ത്, ടർക്കി എന്നീ രാജ്യങ്ങളെ ഇറാൻ സമീപിച്ചിരുന്നതായും അറിയുന്നു. ചർച്ചകളിൽ പ്രതീക്ഷ വെച്ചതുകൊണ്ടാണ് ഇറാന്റെ എണ്ണ ഉൽപാദന മേഖലകളിൽ യുദ്ധം ചെയ്യാതിരുന്നതെന്നാണ് ട്രംപ് വാദിക്കുന്നത്. എന്നാൽ കരയുദ്ധത്തിനായി തയ്യാറെടുക്കാനുള്ള താൽക്കാലികമായ ആക്രമണം നിർത്തലാക്കലാണ് അമേരിക്ക ചെയ്തതെന്ന് ഇറാൻ ആരോപിക്കുന്നു. അതിൽ ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. കരയുദ്ധത്തിനായി പ്രത്യേകം പരിശീലനം നേടിയ 7000-ഓളം സൈനികരെ പശ്ചിമേഷ്യൻ ഭാഗങ്ങളിൽ അമേരിക്ക വിന്യസിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ തന്നെ 1,50,000-ഓളം സൈനികർ ഈ മേഖലയിൽ തമ്പടിക്കുന്നുമുണ്ട്. വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും പോർ വിമാനങ്ങളും യുദ്ധസജ്ജമായി നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ഇറാനിലെ ഖാർഗ് ദ്വീപ് പിടിച്ചടക്കി എണ്ണ സമ്പത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അതുവഴി ഇറാന് സമ്മർദ്ദമുണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്യാമെന്ന മോഹത്തിലാണ് അമേരിക്കയുടെ നീക്കമെന്നും വാർത്തകൾ പുറത്തു വരുന്നതോടെ മനസ്സിലാക്കാം. കാര്യങ്ങളുടെ അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയ ഇറാൻ ഒരു പടി മുന്നിൽ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ട് ഖാർഗ് ദ്വീപിൽ കുഴി ബോംബുകൾ നിറയ്ക്കുകയും സൈനിക വിന്യാസം നടത്തുകയും ചെയ്തു കഴിഞ്ഞു. യുദ്ധം ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ ഇറാനിലെ തീവ്ര നിലപാടുകാർ എടുക്കുന്ന തീരുമാനങ്ങൾ നിർണായകമാവും. ആണവായുധം നിർമ്മിക്കണമെന്ന ആവശ്യവുമായാണ് തീവ്ര നിലപാടുകാർ എത്തിയിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനയുടെ ആണവായുധത്തോടുള്ള എതിർപ്പ് തിരുത്തണമെന്ന ചർച്ച നടക്കുന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആണവായുധ വ്യാപന നിരോധന കരാറിൽ നിന്നും ഇറാൻ പിൻവാങ്ങുകയും സ്വന്തം സുരക്ഷയ്ക്കായി ആണവായുധം നിർമ്മിക്കണമെന്നുമാണ് തീവ്ര നിലപാടുകാരുടെ ആവശ്യം. അലി ഖമനയുടെ മരണശേഷം റവല്യൂഷണറി ഗാർഡാണ് ഇറാന്റെ പ്രതിരോധ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ആണവായുധത്തിൽ ഇതുവരെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെന്നാണ് അറിയുന്നത്. എന്നാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ശക്തമായ തിരിച്ചടി നൽകുവാനായി ഒന്നുകിൽ ആണവായുധം നിർമ്മിക്കുക, അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആണവായുധം കൈവശപ്പെടുത്തുക. ഇതൊരു നിസ്സാര കാര്യമായല്ല കാണേണ്ടത്. ഇറാൻ സൈന്യത്തിനുള്ളിലും പുറമെയുള്ള ജനങ്ങൾക്കിടയിലും അത്തരമൊരു അഭിപ്രായമുണ്ടെന്നത് അപകടകരവുമാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ച് ലോകരാജ്യങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നത് ഇറാന് വളരെ എളുപ്പം സാധ്യമാണ്. അതിനാൽ അന്തിമ യുദ്ധമാണ് ഇതിനെതിരെയുള്ള മാർഗമെന്നാണ് US നിലപാട്.
കരമാർഗമുള്ള യുദ്ധം ശക്തിപ്പെടുത്തുകയും രൂക്ഷമായ വ്യോമാക്രമണവും ഇപ്പോൾ അമേരിക്ക പരിഗണിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ യുദ്ധമുറകൾ ഒന്നിച്ച് വേണമോ, രണ്ട് സാഹചര്യങ്ങളിലൂടെ വേണമോ എന്നതാണ് ഇപ്പോഴത്തെ ആലോചന. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിൽ പ്രധാനമായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയോ ഉപരോധിക്കുകയോ ചെയ്യുക എന്ന തന്ത്രം പയറ്റാനാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. അതുവഴി ഇറാന് എത്തിച്ചേരുന്ന പ്രധാന സാമ്പത്തിക സ്രോതസ് തകർക്കാനാവും. ഇറാന്റെ റഡാറുകളും സൈനിക താവളങ്ങളും പ്രവർത്തിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ ലാറക് ദ്വീപ് പിടിച്ചെടുക്കുവാനുള്ള പദ്ധതിയും US നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്നും അറിയുന്നു. ഈ ദ്വീപിൽ നിന്നുമാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളെ നിരീക്ഷിക്കുന്നതും സിവിലിയൻ കപ്പലുകൾ ആക്രമിക്കുവാനായി ചെറുബോട്ടുകളെ അയക്കുന്നതും. അതുവഴി ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കാനാകുമെന്ന് കണക്ക് കൂട്ടുന്നു. പേർഷ്യൻ ഗൾഫിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കപ്പലുകളെ നിയന്ത്രിക്കുന്ന അബു മൂസ ദ്വീപ് കൈയടക്കാനും പദ്ധതിയിടുന്നുണ്ട്. പ്രധാന നിരീക്ഷണങ്ങളിൽ ഒന്നാണ് യുദ്ധം നടക്കുമ്പോഴും ഇറാന്റെ എണ്ണക്കപ്പലുകൾ എണ്ണയുമായി ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകുന്നുണ്ട് എന്നത്. ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ യുദ്ധത്തിനിടയിലും വ്യാപാരം നടത്തുന്ന ഇറാൻ എണ്ണക്കപ്പലുകൾ തടയുകയോ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്യുക എന്നതാണ്. ഇത്തരത്തിൽ ഇറാന്റെ സാമ്പത്തിക ബാധ്യതകൾക്ക് കടിഞ്ഞാണിട്ടാൽ അമേരിക്കയുടെ വറുതിയിൽ വരാതെ ഇറാന് മറ്റ് സാധ്യതകളില്ലാതെ വരും. എന്നിരുന്നാലും അവസാന തീരുമാനം പ്രസിഡന്റ് ട്രംപിന്റെ തന്നെയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ട്രംപ് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. യുദ്ധക്കെടുതിയിൽ ഇറാൻ ജനത കഷ്ടപ്പെടുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 25,000-ന് മുകളിൽ ആളുകൾക്ക് സാരമായതോ അല്ലാതെയോ പരിക്കേറ്റിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നു. ഇറാനെ തകർക്കാൻ കരയുദ്ധമാണ് ശരിയായ മാർഗമെന്ന നിലയിൽ 3500-ഓളം സൈനികരുമായി US-ന്റെ പടക്കപ്പലായ USS ട്രിപ്പോളി മധ്യപൂർവ്വ ദേശത്തെത്തി എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതോടെ ഭീഷണിയുമായി ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൽഫാഗാരി എത്തി. കരയുദ്ധത്തിനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ US സൈനികരെ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് നല്ല ഭക്ഷണമാക്കുമെന്നാണ് ഭീഷണി. പ്രത്യേക പരിശീലനം ലഭിച്ച സൈനികരെയാണ് US കരയുദ്ധത്തിനായി എത്തിക്കുന്നത്. ഇതേ പരിശീലനം ലഭിച്ച 10,000-ഓളം സൈനികരെ കൂടി എത്തിക്കാൻ സാധ്യതയുണ്ട്. നയതന്ത്രത്തെക്കുറിച്ച് മറ്റുള്ളവർ കേൾക്കാൻ പരസ്യമായി ഒത്തുതീർപ്പിനെ കുറിച്ച് പറയുന്ന US രഹസ്യമായി ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ തലിബാഫ് ആരോപിച്ചു. പരസ്പരം പോർവിളി നടത്തിയും ആക്രമണം നടത്തിയും തങ്ങളുടെ രഹസ്യ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ലോകം തന്നെ നിശ്ചലമാകുവാൻ സാധ്യതയുണ്ടെന്നത് ഇവർ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാത്തതല്ല, യുദ്ധവെറി മൂലം ചുറ്റും നടക്കുന്നതല്ല അവരുടെ വിഷയം. സമ്പദ്ഘടനയും ജീവഹാനിയും സംഭവിച്ചാലും യുദ്ധത്തിലൂടെ മറ്റൊരു രാജ്യത്തെ അധീനപ്പെടുത്തി